നമസ്കാരം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഞാൻ ഇതുപോലൊരു വീഡിയോയിൽ അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള എൻ്റെ പല വീഡിയോസും നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ആ വീഡിയോസിലൊന്നും ഞാനിതുവരെ പേഴ്സണലി അപ്പിയർ ചെയ്തിട്ടില്ല. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പ്ലേ ചെയ്ത ഒരു BGM നിങ്ങൾ കണ്ടു കാണും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദേവദൂതൻ സിനിമയിലെ പൂവേ പൂവേ പാലപ്പൂവേ, ആ പാട്ടിലെ ഒരു പർട്ടിക്കുലർ ഇൻ്റർലൂഡാണ്. അത് വീണയിൽ പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റർലൂഡാണ്. ഇന്ന് ആ BGM ഞാൻ വായിച്ചിരിക്കുന്നത് എൻ്റെ മിഡി കീബോർഡിലാണ്. സെയിം വീണയിൽ വായിച്ചിരിക്കുന്ന അതേ ഇൻ്റർലൂഡ് ഞാനിപ്പം മിഡി കീബോർഡിലാണ് റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്ത ഒരു VSTയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നിങ്ങളിലിപ്പോൾ പലർക്കും വന്ന ഡൗട്ട് എന്താണ് VST എന്നായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വളരെ ചുരുക്കി പറയാം. അപ്പോൾ VST എന്ന് പറഞ്ഞാൽ വിർച്വൽ സ്റ്റുഡിയോ ടെക്നോളജി എന്നാണ് അർത്ഥം. അത് മ്യൂസിക് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്ത പലർക്കും അതിനെക്കുറിച്ച് അറിയാം. എന്നാലും സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് അത്ര പിടുത്തമില്ല. ഈ പലതരം ലൈവ് ഇൻസ്ട്രുമെൻസുകൾ നമ്മുടെ ഇപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അവൈലബിൾ ആണ്. അതെല്ലാം ലൈവായിട്ടാണ് വായിക്കുന്നത്. ഇപ്പോൾ വീണ, സിത്താർ, ഫ്ലൂട്ട് അല്ലെങ്കിൽ വയലിൻ, അങ്ങനെയുള്ള പലതരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുകളെ നമുക്ക് വിർച്വലായിട്ട് നമ്മളുടേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ടെക്നോളജി വെച്ചിട്ട്. അപ്പോൾ അതിനുവേണ്ടി ശരിക്കുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് ആവശ്യമില്ല. പകരം അതിൻ്റെ ടോൺസ് അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റുകളുടെ ഭാവങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ ഒരു മിഡി കീബോർഡ് വെച്ചിട്ട് ആ സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും VST കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് വായിച്ച ആ വീണയുടെ ടോൺ റീക്രിയേറ്റ് ചെയ്തത് സ്വെർപ്ലഗ് 4 എന്ന് പറയുന്ന ഒരു VST യൂസ് ചെയ്തിട്ടാണ്. ഇതെൻ്റെ ഒരു റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു VST ആണ് ഈ സ്വെർപ്ലഗ് 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഇന്ത്യൻ ക്ലാസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം വീണ, സിത്താർ, തബല അല്ലെങ്കിൽ ഗഞ്ചിറ, സന്തൂർ, അങ്ങനെയുള്ള ഇന്ത്യൻ ഇൻസ്ട്രുമെൻസുകളാണ് കൂടുതലും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിലെ പല ഇൻസ്ട്രുമെൻറ്റുകളും ശരിക്കും റിയലിസ്റ്റിക് ആണ്. അതിലെ എക്സ്പ്രഷൻ, പിച്ച് ബെൻഡ്, ഡൈനാമിക്സ് ഇതെല്ലാം ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അതേ ഭാവം തന്നെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓൾമോസ്റ്റ് ഒരു റിയൽ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന ഫീൽ തന്നെ കിട്ടും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഈ ഒരു BGM ക്രിയേറ്റ് ചെയ്ത നമ്മളുടെ ഫേവറേറ്റ് കമ്പോസർ വിദ്യാസാഗർ. വിദ്യാജിയെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ചെറിയൊരു സെഗ്മെൻറ്റ് പോലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ മ്യൂസിക് ഇഷ്ടപ്പെടുന്നവർക്കും ഇത്തരം പുതിയ പ്ലഗിൻസ് പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു വർത്ത് ട്രൈയിങ് ആണ് ഈ പറഞ്ഞ സ്വെർപ്ലഗ് 4. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു VST ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് പെർഫോമൻസ് വീഡിയോയിലോട്ട് പോകാം.